ഗൈസ്, അങ്ങനെ നമ്മൾ നെത്തൂട്ടരും കാണാൻ വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഫസ്റ്റ് ടൈം ആണ് പട്ടാമ്പി നെക്സ്റ്റ് മോളിൽ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ തിയേറ്ററിലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. 2 ഷോ ആണ്. ഏകദേശം പടം തുടങ്ങാറായി. ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തിരക്കൊന്നും അവിടെ കാണുന്നില്ല. ഇവിടെ എനിക്ക് തോന്നുന്നു 4 സ്ക്രീൻ ഇട്ടുണ്ട് തോന്നുന്നത്. എന്തായാലും നമ്മൾ കാണാൻ വന്നിട്ടുള്ളത് ഇതേ മനെ എൻ്റെ മനെ. ഓക്കെ, എന്നാലും പടം പോയി കണ്ടോക്കാം. കുറേ ആൾക്കാർ നല്ല പോസിറ്റീവ് റിവ്യൂ പറയുന്നുണ്ട്. കണ്ടതിനുള്ള മനസ്സിലാവും. സോ നമുക്ക് നേരെ സ്ക്രീൻ ഗവേഷണ നമ്മുടെ മന്ത്രം എടുത്ത് പറഞ്ഞു കൊടുക്കണം. തരുൺ മൂർത്തി, നിങ്ങൾ വലിയൊരു മനുഷ്യനാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ വിശാലതയൊന്നും എനിക്കില്ല. എവിടെയോ വെച്ച് മറന്നുപോയ ആ പഴയനെ നിങ്ങൾ തിരിച്ചു വന്നു. നന്ദി, ഒരുപാട് നന്ദി. ഞാൻ എന്തിനാണ് അത് ചെയ്യുന്നത്? തുടരണം, തുടർന്നേ പറ്റൂ. എന്നാ പടമാടേ. എനിക്കിപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് കോട്ടയം ആക്സിഡൻ്റ് ഒക്കെ വന്നു. എനിവേ, പടം സൂപ്പർ. എനിക്ക് അത്ര പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഞാനൊരു ഫാൻ ബോയ് പരിപാടിയൊന്നുമല്ല, അത് വേറെ കാര്യം. ഞാൻ ആരുടെയും അങ്ങനെ എക്സ്ട്രീം ഫാനൊന്നും അല്ല. നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലത് പറയും, അല്ലെങ്കിൽ രസമില്ല എന്ന് പറയും. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. എനിക്ക് ഈ പടം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒന്നാമത്തെ കാര്യം, ഇതിന് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ എന്താ പറയാ അർഹനായിട്ടുള്ളത് തരുൺ മൂർത്തി, ദ ഡയറക്ടർ ഹിംസെൽഫ്. ബിക്കോസ് പണി അറിയാവുന്നവന്റെ കയ്യിൽ ഈ മനുഷ്യനെ കിട്ടിക്കാൻ, ലാലേട്ടനെ കിട്ടിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നല്ല രീതിയിൽ കാണിച്ചത്. അത്ര എനിക്ക് പറയാനുള്ളൂ. അത് ആരും കുറ്റോ കാര്യങ്ങളൊന്നും പറയാനില്ല ഇതിന്. ഐ മീൻ ഐ നോട്ട് ടോക്കിംഗ് അബൌട്ട് എംപുരാൻ. ഓബിയസ്ലി എംപുരാൻ ഒരു അടിപൊളി പടം തന്നെയായിരുന്നു. പക്ഷെ അതിന് മുമ്പൊക്കെ കുറെ ലാലേട്ടൻ്റെ ഫിലിംസ് ഒക്കെ കണ്ടുവെച്ച് നോക്കുമ്പോൾ എങ്ങനെ ഇതിന്റെ കഥ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് പരിചയമുള്ള കഥ തന്നെയാണ്. അതായത് പോലീസിന്റെ ഒരു ഡാർക്ക് സൈഡ് റിവീൽ ചെയ്യുന്നൊരു കഥ. അതിലേക്ക് ഫാമിലിനെ എങ്ങനെ കണക്ട് ആവുന്നു, ലാലേട്ടൻ എങ്ങനെ കണക്ട് ആയി വരുന്നു എന്നുള്ളൊരു സംഭവമാണ് അതിൽ. പക്ഷെ അത് കൊണ്ടുപോയ ഒരു ആവറേജ് കഥനെ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോയ രീതി, അതാണ് ഇതിന്റെ മെയിൻ പോയിന്റ്. എനിക്കതാ ഫീൽ ചെയ്തത്. എനിക്ക് കഥയും ഇതൊക്കെ പ്രഡിക്റ്റബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അത് എടുത്തു വെച്ചിരിക്കുന്ന രീതി, ദ സ്ക്രീൻ പ്ലേ, ദ ഡയറക്ഷൻ, എവറിത്തിങ് ഇസ് ഓൺ പോയിന്റ്. മേക്കിംഗ് വൈസ് സിനിമാറ്റോഗ്രാഫി പരിപാടിയൊക്കെ നോർമലി നമ്മൾ കാണുന്ന ഇപ്പോഴുള്ള മൂവീസിന്റെ ഒക്കെ ലെവൽ തന്നെയാണ്. BGMs ചില സ്ഥലങ്ങളിൽ തന്ന അങ്ങനെ നീറ്റ് നിൽക്കായിരുന്നു. അവിടെ കുറെ കാലമായി അങ്ങനത്തെ ഒക്കെ ലാലേട്ടൻ ഒരു പടം കണ്ടിട്ട്. എനിക്ക് എമ്പുരാനിൽ ഈ സംഭവം ഒന്നും കിട്ടില്ല കേട്ടോ. ഇത്രയും അടിപൊളി റൊമാൻറ്റിഫിക്കേഷൻ ചില എവിടേക്ക് കിട്ടിയതല്ലാണ്ട് ഈ ഒരു ലാലേട്ടനെ എനിക്ക് തോന്നുന്നു ബ്രോഡാഡിൽ പിന്നെയും പഴയ എന്താ മനെ ആ സംഭവം കിട്ടിയിരുന്നു. ഐ മീൻ പണ്ടത്തെ ആ ഒരു ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് 90s 70s 80s കാലഘട്ടങ്ങളിലെ പുള്ളിക്കാരൻ്റെ ചന്ദ്രലേഖ, അതുപോലെ തന്നെ നമ്മുടെ ചിത്രം, നാടോടിക്കാറ്റ്, വരവേൽപ്പ്, TP ബാലഗോപാലൻ MA, മറ്റേ നമ്മുടെ വെള്ളാനങ്ങളുടെ നാട്, അതിലൊക്കെ ഉള്ളൊരു ലാലേട്ടൻ ഇങ്ങനെ അത്തോളഞ്ഞിരിച്ച് ഇങ്ങനെ ചാടി കളിച്ച് നിൽക്കുന്ന ലാലേട്ടൻ. അത് ഇതിൽ ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ കാണുന്നുണ്ട്, ആ ഫാമിലിനൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഈ പടം കയറിയത് ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞില്ല, കഥ പ്രഡിക്റ്റബിൾ ആയിരുന്നു. എനിക്ക് ഇങ്ങനെ ആയിരിക്കും സംഭവം വരിക എന്നുള്ളത് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. പക്ഷെ ചില സീൻസ്, ചില സ്ലോമോ ഒന്നും പറയാനായി. പിന്നെ എനിക്കിതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള മനുഷ്യൻ ആ CIയുടെ വേഷം ചെയ്ത, ഐ തിങ്ക് ദ ക്യാരക്ടേഴ്സ് നെയിം വാസ് ജോർജ്. പുള്ളിക്കാരൻ ചെയ്തു വെച്ചിരിക്കുന്ന ലെവൽ ഓഫ് ആക്ടിങ് നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല. ഇങ്ങനെ ഒരു വില്ലൻ ക്യാരക്ടർ. എനിക്കൊന്ന് പുള്ളിക്കാരൻ്റെ ഡെബ്യൂട്ട് മൂവിയാണെന്നോട് എനിക്ക് സംശയമുണ്ട്. എനിക്ക് അറിയില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഞാൻ സെർച്ച് ചെയ്ത് ഞാൻ മറന്നുപോയി. പക്ഷേ പുള്ളിക്കാരൻ ആ വില്ലനെ ചെയ്തു വെച്ചുകൊണ്ടാണ് ലാലേട്ടൻ അത്രയും പവറായത്. കാരണം ഒപ്പത്തിനൊപ്പം ഒരു വില്ലൻ, അതും കുറെ ആക്ഷൻ ചെയ്തിട്ടോ പരിപാടി ചെയ്തിട്ടൊന്നും അല്ല. പുള്ളിക്കാരൻ്റെ ചില ഡയലോഗ്സ്, പുള്ളിക്കാരൻ്റെ ആ എന്താ പറയാ ഒരു സ്പോട്ടിലെത്തുമ്പോൾ പുള്ളിക്കാരൻ കംപ്ലീറ്റ് മാറി ഒരു പക്ക നെഗറ്റീവ് ഷെയ്ഡിലേക്കാണ് പോകും. ആ ഒരു ട്രാൻസിഷനൊക്കെ എന്താ പറയുക, ഒന്നും പറയാനില്ല. പുള്ളിക്കാരൻ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ആൻഡ് ഹീ ഈസ് ഗോണ മേക്ക് എ ഹ്യൂജ് ഇമ്പാക്ട് ഓൺ ദിസ് ഇൻഡസ്ട്രി. ഇത് പുള്ളിക്കാരുടെ ഡെബ്യൂട്ട് മൂവി ആണെങ്കിൽ മോനെ കണ്ടോ, ഇനി വരുന്ന സിനിമകളിൽ പുള്ളിക്കാരന് നല്ല അടിപൊളി റോൾസ് കിട്ടാൻ പോകണം. അത്രയും ഒരു സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ അങ്ങനെ ചിലയിടത്തൊക്കെ കേൾക്കില്ല പോലീസുകാർ, അങ്ങനെ എല്ലാ പോലീസുകാരും ഇല്ലാട്ടോ പറയുന്നത്. പക്ഷെ
അങ്ങനെ ഒരു പോലീസുകാരന്റെ ക്യാരക്ടറൈസേഷൻ എന്താ പറയാ, പുള്ളിക്കാരൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ എന്താ പറയുക, നമ്മള് പണ്ടൊക്കെ ലാലേട്ടന്റെ കുറെ ഗൂസ്ബം മൂവീസ് കണ്ടിട്ടില്ലേ, അതാണ് സാധനം. ആ പടം, ആ ഒരു പണ്ടത്തെ ആ ലാലേട്ടനെ കിട്ടിയ ഒരു ഫീൽ, അതാണ് ഈ പടം. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ വീണ്ടും പറയാണ്, എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന യാതൊരു നിർബന്ധമില്ല. പക്ഷെ ഞാൻ അത്ര വലിയ ഫാൻ ബോയോ പരിപാടിയൊന്നുമില്ല. എനിക്ക് പണ്ടത്തെ ലാലേട്ടൻ്റെ ഈ പറഞ്ഞ ചിത്രം, ആ ലെവലിലുള്ള മൂവീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ ലാലേട്ടനെ കണ്ട് ഇഷ്ടപ്പെട്ട് എനിക്ക് ഈ മൂവി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ആൻഡ് ഞാൻ ഫാമിലിയും കൊണ്ടാണ് പോയത്, ഫാമിലിക്കും ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ, ഇന്നലെ പോകണമെന്നാണ് വിചാരിച്ചത്, ഇന്നലെ ടിക്കറ്റേ കിട്ടാനില്ല. ഇന്ന് എന്തോ ഭയം കൊണ്ട് കിട്ടിയെന്നാണ് പറയുന്നത്. കാരണം എല്ലായിടത്തും ഏകദേശം 80. ഇതിന്റെ ഞാൻ പറഞ്ഞേ, ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക, ഈ സിനിമയ്ക്ക് യാതൊരു രീതിയിലും ഓവറായിട്ടുള്ള ഹൈപ്പോ ഓവറായിട്ടുള്ള പ്രൊമോഷൻ വർക്കോ ഒന്നും ചെയ്യാണ്ട് വന്ന് കത്തി കയറിയൊരു പടം. അത്ര എനിക്കിത് പറയാനുള്ളൂ. നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം, ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം കുറേ കാലത്തിന് ശേഷം ലാലേട്ടൻ ഇങ്ങനെ ഒരു രീതിയിൽ കാണുന്ന നമ്മൾ. അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ പടം കാണാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണാം. OTTക്ക് വെയിറ്റ് ചെയ്തത് ആ ഒരു ഇമ്പാക്റ്റ് കിട്ടുമെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല. അല്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണണ്ട, നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞോണ്ട് നിങ്ങൾ പോകണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എനിക്ക് സെറ്റായെന്ന് കരുതി നിങ്ങൾക്ക് സെറ്റ് ആവണമെന്നില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. എൻ്റെ ഒരു ഒപ്പീനിയന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വേറെ സിനിമകളോട് ഹേറ്റ് ഒന്നുമില്ല. പക്ഷേ ഈ സിനിമ ഞാൻ ഒരുപാട് വലിയ രീതിയിൽ ഐ താങ്ക് ടു തരുൺമൂർത്തി. ഞാൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഫാൻസിന്റെ മൊത്തത്തിൽ ഒരു വലിയൊരു താങ്ക് യു പറയുന്നുണ്ടാവും ലാലേട്ടൻ്റെ ആ പണ്ടത്തെ ആ ഒരു ഫോമിലേക്ക് തിരിച്ചു കൊടുക്കുന്നതിന്. എനിവേ ഞാൻ പറഞ്ഞില്ലേ, തുടരണം ലാലേട്ടൻ്റെ ആ പണ്ടത്തെ ലെഗസീനിയും തുടരണം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ആൻഡ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ ഷെയർ ചെയ്തു മാത്രം. എനിവേ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിന് മുമ്പും കുറച്ച് സിനിമാസിന്റെ ഒക്കെ റിവ്യൂ ഞാൻ ചാവട്ടിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ എന്തായാലും അതൊക്കെ പറഞ്ഞുകൊണ്ട് ഐ ആം സ്റ്റോപ്പിംഗ് ദിസ് വീഡിയോ റൈറ്റ് ഹിയർ റൈറ്റ് നൗ. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ മച്ചന്മാരെ ആൻഡ് ഞാൻ പോകണം. ബൈ.